നിങ്ങൾ പഠിക്കുന്നതൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടോ? അല്ലെങ്കിൽ എക്സാം ടൈം ആകുമ്പോഴെല്ലാം ബ്ലാങ്ക് ആവുന്നതോ? ഡോണ്ട് വറി, അത് നോർമലാണ്. പക്ഷേ നല്ല ന്യൂസ് എന്തെന്നാൽ ചെറിയ ചില ചേഞ്ചസ് കൊണ്ട് നമുക്ക് ഈ മെമ്മറി പവറിനെ വളരെയധികം ഇംപ്രൂവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ പറയുന്ന 3 സൂപ്പർ സിമ്പിൾ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതെല്ലാം ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഈസിലി സഹായിക്കും. റെഡിയാണോ ഏതൊക്കെയെന്നറിയാൻ? ലെറ്റ്സ് ബിഗിൻ. ടിപ്പ് നമ്പർ 1: ടീച്ച് വാട്ട് യു ലേൺ. പഠിച്ച കാര്യം ബ്രെയിനിൽ സ്ട്രോങ് ആയി സെറ്റിലാകാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് ടീച്ച് വാട്ട് യു ലേൺ. നിങ്ങൾ പുതിയൊരു ടോപ്പിക്ക് പഠിച്ചാൽ അത് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഫ്രണ്ട്സിന്, ഫാമിലി, അല്ലെങ്കിൽ മിററിൽ നോക്കി ഇങ്ങനെയെല്ലാം മെത്തേഡ് ഫോളോ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബ്രെയിൻ റീതിങ്ക് ചെയ്യുന്നു. എന്താണ് മെയിൻ പോയിന്റ്, എങ്ങനെ പറയാമെന്നൊക്കെ. ഈ പ്രോസസ്സ് കൊണ്ട് ബ്രെയിൻ ആക്റ്റീവ് ആവുകയും പഠിച്ചതെല്ലാം ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. ഈവൻ ഇഫ് നോ വൺ ഈസ് ദർ പ്രിറ്റൻഡ് യു ആർ ദ ടീച്ചർ, ജസ്റ്റ് സ്പീക്ക് ഔട്ട് ലൗഡ്. പഠിച്ചത് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയിൽ അത് സ്ട്രോങ് ആയിരിക്കാനും സഹായിക്കും. ടിപ്പ് നമ്പർ 2: 24-hour റിവിഷൻ റൂൾ. നമ്മൾ എന്തെങ്കിലും പുതുതായി പഠിച്ചാൽ ബ്രെയിന് അത് ഷോർട്ട് ടേം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുള്ളൂ. അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. അതാണ് 24-hour റിവിഷൻ റൂൾ. പഠിച്ചതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ ഒരിക്കൽ റിവൈസ് ചെയ്യുക. ഒരു ചെറിയ 5 മിനിറ്റ് റിവിഷൻ പോലും ബ്രെയിനിന് വളരെ ഹെൽപ്പ് ആകുമെന്നാണ് പറയുന്നത്. അതെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ബ്രെയിൻ തിരിച്ചറിയും. പിന്നെ അതിനെ പെർമനൻ്റ് ആയി സേവ് ചെയ്യും. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞ് ഒരു ക്വിക്ക് ലുക്ക് ബാക്ക്. ദാറ്റ്സ് ആൾ യു നീഡ് ടു മേക്ക് യുവർ മെമ്മറി സ്ട്രോങ്ങർ. ടിപ്പ് നമ്പർ 3: കണക്ട് വിത്ത് ഇമോഷൻസ്. നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ അത് ബോറിംഗ് ആയി തോന്നിയാൽ ബ്രെയിൻ അതിനെ ഇഗ്നോർ ചെയ്യും. ബട്ട് അതേസമയം ഇൻട്രസ്റ്റ് ആയിട്ടും എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ അതിനെ ഇമ്പോർട്ടൻ്റ് എന്ന മാർക്ക് ചെയ്യും. എക്സാമ്പിൾ, നിങ്ങളൊരു സ്റ്റോറി പോലെ ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ അതിലെ ഇമോഷൻസ് ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇങ്ങനെ ഫാക്ട്സ് അല്ലെങ്കിൽ ഫോർമുലാസ് ഇതെല്ലാം ഈസിലി ഓർക്കാൻ സാധിക്കും. സോ whenever you study, try to feel something, smile, wonder or relate it to your life. ഇമോഷൻ ഉണ്ടെങ്കിൽ മെമ്മറി ഓട്ടോമാറ്റിക്കലി പവർ ആകും. ഇങ്ങനെ ഈ 3 മെമ്മറി ടിപ്സ് റെഗുലറായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ പഠിക്കുന്നതൊന്നും പെട്ടെന്ന് മറക്കില്ല. പഠിക്കുമ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തുകയാണെങ്കിൽ വലിയ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സോ സ്റ്റാർട്ട് ടുഡേ. മേക്ക് യുവർ ബ്രെയിൻ യുവർ ബെസ്റ്റ് ഫ്രണ്ട്. If you liked the video, like, share and subscribe ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Stay motivated, keep learning. Thanks for watching.